पानी पाक जमादा बैठे السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا. إنا مكنا له في الأرض وآتيناه من كل شيء سببا فأتبع سببا حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا. قال أما من ظلم فسوف نعذبه ثم يرد إلى ربه فيعذبه عذابا نكرا. وأما من آمن وعمل صالحا فله جزاء الحسنى وسنقول له من أمرنا يسرا. ثم أتبع سببا حتى إذا بلغ مطلع الشمس وجدها تطلع على قوم لم نجعل لهم من دونها سترا. كذلك وقد أحطنا بما لديه خبرا. ثم أتبع سببا. സഹോദരീ സഹോദരന്മാരെ, സൂറത്തുൽ കഹ്ഫിലെ 84-ാമത്തെ ആയത്ത് മുതലാണ് ഇനി നമുക്ക് പാരായണം ചെയ്യാനും ഗൃഹപാഠം ചെയ്യാനും ഉള്ളത്. ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തുകൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖളിറിന്റെ കൂടെ നടത്തിയ യാത്രയും അത് സംബന്ധിച്ചുള്ള വിവരണവുമാണ്. അത് നമ്മൾ ഇന്നലെ വായിച്ചു. അതിൽ ചില ഫായിദകൾ നമ്മുടെ ശ്രദ്ധയിൽ സത്വരമായ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉണർത്തുകയും ചെയ്തു. ഇനി ആ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു ദൃഷ്ടാന്ത കഥയിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇതെല്ലാം വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങോട്ട് ബന്ധപ്പെടുന്നു? മൂസാ നബിയും അതുപോലെ തന്നെ ഖളിറും തമ്മിലുള്ള യാത്ര കഴിഞ്ഞു, യാത്രയെ സംബന്ധിച്ചുള്ള വിവരണം കഴിഞ്ഞ് നേരെ ദുൽഖർനൈനിയിലേക്ക് ചാടുന്നു. എങ്ങനെയാണിത് തമ്മിലുള്ള ബന്ധം എന്ന് കരുതുന്നവരുണ്ട്. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ
ഒരു പ്രത്യേക ക്രമത്തിൽ അള്ളാഹു കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. ആ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു, ഈ ഖുർആനിൽ ജനങ്ങൾക്ക് സന്മാർഗമായി സാൻമാർഗിക ദർശനമായി അവതരിപ്പിച്ചിരിക്കുന്ന ഈ വചനങ്ങളിൽ, അള്ളാഹുവിന്റെ ഈ കലാമിൽ എല്ലാ തരത്തിലുള്ള മസലുകളും ദൃഷ്ടാന്തങ്ങളും അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു കൈകാര്യം ചെയ്തിട്ടുണ്ട്, അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. ആ വചനം പറഞ്ഞിട്ടാണ് അതിൽ നിന്നാണ് വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക്, ചില ദൃഷ്ടാന്ത കഥകളിലേക്ക് അള്ളാഹു നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച കാര്യം, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആ പ്രത്യേക സാഹചര്യം, ഇബ്ലീസ് കാണിച്ച ആ പെരുമാറ്റ ദൂഷ്യം, ഇബ്ലീസ് ശപിക്കപ്പെട്ടവനാവുകയും ബഹിഷ്കൃതനാവുകയും ചെയ്ത കാര്യം തുടങ്ങി അതിങ്ങനെ കുറേ കാര്യങ്ങൾ, ഇതുപോലെയുള്ള മസലുകൾ പറഞ്ഞു വരികയാണ്. ആ മസലുകളുടെ കൂട്ടത്തിൽ നമ്മുടെ സജീവമായ ശ്രദ്ധ പതിയേണ്ട വളരെ ഗഹനമായിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള മറ്റൊരു മസലിലേക്കാണ് അള്ളാഹു നമ്മുടെ ശ്രദ്ധ ഇവിടെ ക്ഷണിക്കുന്നത്. അത് വയസ്അലൂനക അൻ ദുൽഖർനൈൻ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ദുൽഖർനൈൻ. അതെല്ലാവരുടെയും നാവിലുണ്ട്. പ്രത്യേകിച്ച് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നുള്ളത്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. നമ്മുടെ നാട്ടിൽ ഏറെക്കുറെ പ്രചാരത്തിലുള്ള നടപടിയുള്ള ഒരു കാര്യമാണ്. അതിൽ സൂറത്തുൽ കഹ്ഫിൽ ദുൽഖർനൈനിയെ സംബന്ധിച്ച് പരാമർശമുണ്ട് എന്നതിനാൽ ആ വാക്ക് നമുക്കൊക്കെ അറിയാം, ഏതാണ്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരാണ് ദുൽഖർനൈൻ? എന്താണ് ദുൽഖർനൈനിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം? അതിനെ സംബന്ധിച്ചൊരു പക്ഷേ നമുക്ക് കൂടുതലൊന്നും വിവരം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഈ ചരിത്രം വളരെ വേഗത്തിൽ അങ്ങോട്ട് പോവുകയും ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ചില കാര്യങ്ങൾ വരുമ്പോൾ അതിൽ മാത്രം ഒരു ചെറിയ വിശദീകരണം നൽകുകയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. മറ്റു ചരിത്ര കൃതികളിൽ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന രീതിയല്ല ഖുർആനിലുള്ളത്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മൾ ഇതുവരെ വായിച്ചിട്ടുള്ള ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ ചരിത്ര രചനകളിലോ നമ്മൾ ശീലിച്ചിട്ടുള്ള നമുക്ക് പരിചയമുള്ള ഒരു അവതരണ രീതിയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. അത് അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങളിൽപ്പെട്ടതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ വിവരിക്കുന്നത് അതിലുള്ള ഇബ്റ, ഗുണപാഠങ്ങൾ മുൻനിർത്തിയാണ്. നമുക്കതിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് ഉൾക്കൊള്ളാനുള്ളത്? ആ ഗുണപാഠം ഉൾക്കൊള്ളാൻ ആവശ്യമായ അളവിൽ മാത്രമാണ് ചരിത്ര ശകലങ്ങൾ അള്ളാഹു പരാമർശിക്കാറുള്ളൂ. അതിൽ കവിഞ്ഞിട്ടുള്ള ഗുണപാഠത്തിന് ആവശ്യമുള്ളതല്ലാത്ത മറ്റേതെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങളോ വിശദാംശങ്ങളോ അള്ളാഹു പ്രതിപാദിക്കാറില്ല എന്നതും ഇത്തരത്തിലുള്ള വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബോധ്യപ്പെടുന്നതാണ്. ഇവിടെ തുടങ്ങുന്നത് വയസ്അലൂനക അൻ ദുൽഖർനൈൻ, ദുൽഖർനൈനിയെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അവർ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആര് എന്നുള്ളത് മറ്റ് പല സന്ദർഭങ്ങളിലും ഇങ്ങനെ നബിയോട് വന്ന് ചോദിക്കുന്ന ആളുകൾ അവരാര് എന്നുള്ളത് പറയാറില്ല. അവർ ചോദിക്കുന്നു. അത് ആരായി? അത് വലിയൊരു പ്രസക്തിയുള്ള കാര്യമല്ല. ചിലപ്പോൾ ജൂതന്മാരായിരിക്കും, ചിലപ്പോൾ ക്രൈസ്തവരായിരിക്കും, ചിലപ്പോൾ പാഗൻസ് ആയിരിക്കും, മക്കയിലുള്ള മുശ്രിക്കുകളായിരിക്കും. ജൂതരോ അല്ലെങ്കിൽ ക്രൈസ്തവരോ ആണെങ്കിൽ അവർക്ക് ഗ്രന്ഥത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ചെറിയ ഒരു പാരമ്പര്യമുണ്ട്. പാഗൻസ് ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനത്തിന്റെ
അങ്ങനെയുള്ള ഒരു പാരമ്പര്യം അവർക്കില്ല. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിന്മുറക്കാരാണവർ എന്നത് സംബന്ധിച്ചുള്ള ചെറിയ ഒരവകാശവാദവും അതിലൊരു ചെറിയ യാഥാർത്ഥ്യവും ഉണ്ട് താൻ. ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ നിന്നൊന്നും അവരുടെ കയ്യിലില്ലെങ്കിലും നമ്മൾ ഇബ്രാഹിമിന്റെ പിന്മുറക്കാരാണ് എന്ന ഒരു അവകാശവാദം അവർക്കുണ്ട്. ഇങ്ങനെയുള്ള ആരെങ്കിലുമാണ് ചോദിക്കുക. അതുകൊണ്ട് തന്നെ മുശ്രിക്കുകളാണ്, അഹ്ലു കിതാബാണ്. ഇതല്ലാത്ത മറ്റാരുമല്ല നബിയോട് ചോദിച്ചത്. അഹ്ലു കിതാബിൽപ്പെട്ട ആളുകൾ നബിയോട് ചോദിക്കുന്നതിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ മുശ്രിക്കുകൾ ചോദിക്കുകയാണെങ്കിൽ അവർക്കും പലപ്പോഴും രണ്ടുദ്ദേശങ്ങൾ ഉണ്ടാകാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കേൾക്കുക, അത് മനസ്സിലാക്കുക. അത് ഏറ്റവും സത്യസന്ധവും സതുദ്ദേശപരവും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയാണോ എന്ന് പരിശോധിക്കാനും അല്ലെങ്കിൽ നബിയെ ഒന്ന് ബുദ്ധിമുട്ടിക്കാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. എന്നിട്ട് നബി പറഞ്ഞത് ഞങ്ങളുടെ കൈവശമുള്ള ഗ്രന്ഥവുമായിട്ട് ഒക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നബിയെ നബിയല്ല, കള്ളപ്രവാചകനാണ് എന്ന് അവർക്കിടയിൽ പ്രചാരണം നടത്താം. ഇങ്ങനത്തെയൊക്കെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും അഹ്ലു കിതാബ് ചോദിച്ചുകൊണ്ടിരുന്നു. ആരാവട്ടെ, പാഗൻസ് മുശ്രിക്കുകളാവട്ടെ, അതല്ലെങ്കിൽ അഹ്ലു കിതാബിൽപ്പെട്ടിട്ടുള്ള ജൂതരോ ക്രൈസ്തവരോ ആകട്ടെ, ചോദിച്ചത് ആരായിരുന്നാലും അള്ളാഹു പറയുന്നത് വയസ്അലൂനക്, അവർ നിന്നോട് ചോദിക്കുന്നു, അവരാരുമാകട്ടെ. പക്ഷെ നബിയോട് ചോദിച്ചിരുന്നത് മിക്കവാറും അഹ്ലു കിതാബിൽപ്പെട്ടവരാണ്. കുറച്ചു കാര്യങ്ങൾ മാത്രം മുശ്രിക്കുകൾ, അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ, ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്ന ആളുകൾ, പാഗൻസ്, അവരും ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവർ ചോദിച്ചത്? അൻ ദുൽഖർനൈൻ, ദുൽഖർനൈനിയെ കുറിച്ചാണ്. ദുൽഖർനൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ വാക്കർത്ഥമാണെങ്കിൽ ഒന്ന് പരിചയപ്പെടാം. ദു എന്ന് പറഞ്ഞാൽ ഉള്ള, ഓഫ് അല്ലെങ്കിൽ ഹാവിങ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതിന് സമാനമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ദു, ഉള്ളവൻ, ഉടയവൻ. കർണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമ്പ്. കർണു എന്ന് പറഞ്ഞാൽ കൊമ്പ്, ഹോൺ എന്നർത്ഥത്തിനാണ്. കർണാനി അല്ലെങ്കിൽ കർണൈനി എന്ന് പറയുമ്പോൾ രണ്ട് ഹോൺസ്, രണ്ട് കൊമ്പുകൾ എന്നാണ്. രണ്ട് കൊമ്പുള്ളവൻ എന്നാണ് വാക്കർത്ഥം. അത് ദുൽഖർനൈൻ എന്ന് പറയുന്ന ആളുടെ അറിയപ്പെടുന്ന ഒരു പേരാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് വേറെ പേരുകൾ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രോപ്പർ നെയിം മറ്റൊന്നായിരിക്കും. ഇത് അദ്ദേഹത്തിന്റെ ശുഹറത്താണ്. അദ്ദേഹം ഈ പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഈ പേരിലാണ് അറിയപ്പെട്ടത് എന്നതിനർത്ഥം ഇത് അദ്ദേഹത്തിന്റെ പ്രോപ്പർ നെയിം ആവാം, അല്ല പ്രോപ്പർ നെയിം വേറൊന്നാവാം. ഇതാണ് അദ്ദേഹം അറിയപ്പെടുന്ന പേര്. ദുൽഖർനൈൻ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു കഥാപാത്രമാണ്, ഒരു ഇതിഹാസ പുരുഷനാണ്, ഒരു ചരിത്ര പുരുഷനാണ്. അഹ്ലു കിതാബിനിടയിലും അതുപോലെ തന്നെ മുശ്രിക്കുകൾക്കിടയിലും അറിയപ്പെട്ട ഒരു ഇതിഹാസ പുരുഷനാണ് ദുൽഖർനൈൻ. അപ്പൊ ദുൽഖർനൈനിയെ കുറിച്ച് മുഹമ്മദ് നബിയോട് ചോദിക്കുക. എന്താ പറയുന്നത് നോക്കാലോ. നബിയാണ്, വഹി ലഭിക്കുന്നുണ്ട്, അള്ളാന്റെ അടുക്കൽ നിന്നുള്ള മലക്ക് രാവിലെയും വൈകുന്നേരവും തന്നെ സന്ദർശിക്കുന്നുണ്ട് എന്ന് പറയുന്ന മുഹമ്മദ് എന്ത് പറയുന്നു? മുഹമ്മദ് വ്യാജനാണെങ്കിൽ അവിടെ നമ്മുടെ മുന്നിൽ ഉത്തരം മുട്ടുമല്ലോ, നമുക്ക് ആഘോഷമാക്കാമല്ലോ. അല്ല, മുഹമ്മദ് ഉത്തരം മുട്ടാതെ കൃത്യമായ ഉത്തരം എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കത് വല്ല കേട്ടിട്ട് അവിടുത്തെ ആ ചിറിയിൽ നിന്ന് ചാടുന്നത് എന്താ വെച്ചാൽ അത് പെറുക്കിയിട്ട് വല്ല പോവാ. നബിയെ വിശ്വസിക്കണോ വിശ്വസിക്കേണ്ട വേറെ കാര്യം, അത് വേറെ താല്പര്യങ്ങളാണ്. ഈ അർത്ഥത്തിലാണ് അവരുടെ ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്. ഏതാണെങ്കിലും ദുൽഖർനൈനിയെക്കുറിച്ച്, ആ ചരിത്ര പുരുഷനെക്കുറിച്ച്, ആ ഇതിഹാസ കഥാപാത്രത്തെക്കുറിച്ച് അവർ നബിയോട് ചോദിക്കുന്നു. അവരുടെ ചോദ്യത്തിന്റെ ഉദ്ദേശങ്ങളും രൂപങ്ങളും എങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടായിരുന്നത് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോ ഖുൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് നബിയോട് പറഞ്ഞത് സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ, ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു തരാം.
അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പരാമർശങ്ങൾ ആ വാചകത്തിൽ തന്നെ ഞാൻ എവിടെന്നെങ്കിലും പഠിച്ചതോ അല്ലെങ്കിൽ എന്റെ അഭിപ്രായമോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു എന്നതിലില്ല. മറിച്ച് തലായത്തുരു ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ജിബ്രീൽ മുഖേന കൈമാറിയത്, ആ കൈമാറിയ വചനം, ആ സൂക്തം അതേ രൂപത്തിൽ മാറ്റമില്ലാതെ കൂട്ടാതെ കുറക്കാതെ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു തരാം. ദുൽഖർനൈനിയെക്കുറിച്ച് അള്ളാഹു അറിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹ് എനിക്ക് കാര്യങ്ങൾ അറിയിച്ചു തരുന്നു, ആ അറിയിച്ചു തരുന്ന കാര്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു തരാം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ടുള്ള കാര്യം. ഇവിടെ ദീനിന്റെ മൻഹജിയായ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ കാര്യത്തിൽപ്പെട്ട ഒരു കാര്യവും അഭിപ്രായം പറയുന്ന സ്വഭാവമില്ല, നബിക്കത് ഭൂഷണവുമല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അവിടുന്ന് തന്നിഷ്ടമനുസരിച്ച് ഒന്നും സംസാരിക്കില്ല. മതത്തിന്റെ കാര്യത്തിൽ തന്നിഷ്ടമനുസരിച്ച് ഒന്നും പറയില്ല. അവിടുന്ന് പറയുന്നത് കൃത്യമായി ലഭിച്ച വഹ്യ് മാത്രമാണ്. അത് ഈ വിഷയത്തിലും ഇതേമാതിരി വന്നു. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുർആൻ അല്ലെങ്കിൽ ദീൻ എന്ന് നമ്മൾ പറയുന്നതിന്റെ ഉള്ളടക്കം ഇമ്മ അഖ്ബാർ വ ഇമ്മ അഹ്കാം, ഒന്നുകിൽ വൃത്താന്തങ്ങളാണ് അല്ലെങ്കിൽ വിധിവിലക്കുകളാണ്. ഖുർആൻ നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ നിങ്ങൾക്ക് കാണുക ഈ രണ്ട് ഇനത്തിൽപ്പെട്ടതാണ്. ഒന്നുകിൽ വൃത്താന്തങ്ങളാണ്, വിവരങ്ങൾ, അല്ലെങ്കിൽ വിധിവിലക്കുകൾ. അത് ചെയ്യണം, അത് ചെയ്യരുത്, അല്ലെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വിധിവിലക്കുകളാണെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിധിവിലക്കുകൾ മാനിക്കണം, അത് പാലിക്കണം. അഖ്ബാറുകളാണെങ്കിലോ വൃത്താന്തങ്ങളാണെങ്കിലോ അത് തസ്ദീഖ് ചെയ്യണം, അതിനെ സത്യപ്പെടുത്തണം. ഇവിടുന്ന് റസൂലുള്ള പറയാൻ പോകുന്ന കാര്യം ദുൽഖർനൈനിയെ കുറിച്ചാണ്. ദുൽഖർനൈൻ ജീവിച്ച കാലത്ത് റസൂലുള്ളല്ല. ദുൽഖർനൈനിയെ കുറിച്ചുള്ള സത്യസന്ധമായ വിവരങ്ങൾ ലഭിക്കാൻ മറ്റു മാർഗങ്ങളുമില്ല. ചരിത്രത്തിൽ ഇങ്ങനെ വായ്ത്താരയിലൂടെ കേട്ട് പോന്നിട്ടുള്ള എന്തൊക്കെയോ, പിന്നെ അതിലേക്ക് പലതും കൂട്ടിയും ചേർത്തും അതിശയോക്തി കലർത്തിയും മറ്റും പറഞ്ഞു കേൾക്കുന്ന ചില ഉമ്മാമ കഥകൾ, അത് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ അത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അതിനിഷ്കൃഷ്ടമായിട്ടുള്ള, അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വിവരണം റസൂലുള്ളാഹിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് ജിബ്രീൽ അലൈഹിസ്സലാം വഹി മുഖേന കൊടുക്കുന്നത് കൊണ്ട് മാത്രം. അവിടുന്ന് അറിയിച്ചത് എന്താണോ അത് മാത്രം റസൂലുള്ള വായിച്ചു കേൾപ്പിച്ചു കൊടുക്കുന്നു. അതിന്റെ അപ്പുറമോ ഇപ്പുറമോ റസൂലുള്ള പറയുന്നില്ല. അപ്പോ അങ്ങനെയുള്ള വഹയിൽ പറഞ്ഞ ഏതൊരു വൃത്താന്തമുണ്ടോ അത് സത്യപ്പെടുത്തുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ കടമയാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഞാൻ നബിയെ അംഗീകരിക്കുന്നു എന്ന ഷഹാദത്തിന്റെ അർത്ഥപരിധിയിൽ തന്നെ ഉൾപ്പെടുന്ന കാര്യമാണത്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് കൽപ്പിച്ച എല്ലാ കൽപ്പനകളും പാലിക്കാൻ ഞാൻ തയ്യാറാണ്. അവിടുന്ന് വിലക്കിയ എല്ലാ വിലക്കുകളും മാനിക്കാൻ ഞാൻ തയ്യാറാണ്. അവിടുന്ന് അറിയിച്ചിട്ടുള്ള എല്ലാ വൃത്താന്തങ്ങളും സത്യപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. സൃഷ്ടികളിൽ ഒരാളെയും നബിയെ സ്നേഹിക്കും പോലെ ഒരാളെയും ഞാൻ സ്നേഹിക്കുകയില്ല. മറ്റേതൊരു സൃഷ്ടിയേക്കാളും ഉപരി ഞാൻ റസൂലിനെ സ്നേഹിക്കാൻ ഒരുക്കമാണ്. ഈ 4 കാര്യങ്ങളാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു. മുഹമ്മദ് അള്ളാഹുവിന്റെ അബ്ദാണ്, റസൂലാണ് എന്ന് നമ്മൾ സത്യസാക്ഷ്യം രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, ആ വാക്കിന്റെ പൊരുളിതാണ്. അപ്പൊ ഇവിടുന്ന് വഹയിലൂടെ ഒരു കാര്യം, ഒരു വൃത്താന്തം നമ്മൾ അറിയിച്ചാൽ സന്ദേഹം ഒട്ടുമില്ലാതെ, സംശയം ഒട്ടുമില്ലാതെ, ശങ്കയൊട്ടും വരാതെ അതിനെ തീർത്തും സത്യപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഇതിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അതേപടി സത്യപ്പെടുത്താൻ, ആമന്ന വസല്ലംന വസദ്ദഖ്ന,
അത് ഞങ്ങൾ സത്യപ്പെടുത്തി, അതിന് ഞങ്ങൾ വിധേയരായിരിക്കുന്നു, ഞങ്ങളത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ, അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം പറയുന്ന അതിൽ തന്നെ അല്ല കേട്ടോ. മിൻഹു ദിക്റ, അത് അറബി ഭാഷയിലെ അതിസൂക്ഷ്മമായ അർത്ഥതലങ്ങൾ ഉൾപ്പെടുന്ന പരാമർശങ്ങളാണ്, പ്രയോഗങ്ങളാണ് ഈ കാര്യങ്ങളിൽ മിക്കവാറും കടന്നു പോകുന്നത്. ആ സൂക്ഷ്മമായ അർത്ഥഭേദങ്ങളെ വരച്ചു കാണിക്കാൻ എന്റെ അടുക്കൽ വേറൊരു വഴിയില്ല. മലയാളം അത് പര്യാപ്തമല്ല. വേറെ രൂപത്തിൽ നിങ്ങളോടത് ഷെയർ ചെയ്യാനുള്ള കെൽപ്പ് എനിക്കില്ലതാണ്. ആ അറബി അത്യാവശ്യം അറിയുന്ന ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. സഅത്ലു അലൈക്കും, നിങ്ങൾക്ക് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരും, ഞാൻ പറഞ്ഞുതരും, എന്റെ വകണ്ടാക്കി പറഞ്ഞുതരും, അല്ലെങ്കിൽ ഞാൻ എന്റെ കമന്ററി പറയുന്നല്ല. അവിടെ തന്നെ ഒന്ന് മിൻഹു ദിക്റൻ, ആ മിൻഹു ദിക്റൻ എന്ന് പറയുന്ന അവിടെ ദിക്റൻ എന്ന് നെക്റയായി പറഞ്ഞതിന് കുറച്ച് മാനുണ്ട്. അല്ല, കുറച്ച് കാര്യങ്ങളാണ്. മിൻഹു എന്ന് പറയുന്നത് ദുൽഖർനൈനിയെ കുറിച്ചാണ്. ആ ദുൽഖർനൈനിയെ കുറിച്ചാകുമ്പോൾ തന്നെ എല്ലാമില്ല, അതിൽ കുറച്ചാണ്. അങ്ങനെയൊക്കെ അതിന് ധ്വനി വരും. അപ്പൊ ദുൽഖർനൈനിയെ കുറിച്ച് കുറച്ച് പരാമർശങ്ങൾ, അഥവാ നിങ്ങൾക്ക് ഇബറത്തിനും ഇത്തിആദിനും സാരോപദേശപരമായ പങ്ക് എന്താണോ ഉള്ളത്, എന്താണോ അവിടെ നിറവേറ്റപ്പെടേണ്ടത്, അതുപോലെ തന്നെ ഗുണപാഠവുമായി ബന്ധപ്പെട്ട പങ്ക് എന്താണോ നിറവേറ്റാനുള്ളത്, അതിനാവശ്യമായ തരത്തിലുള്ള കുറച്ച് കാര്യം നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. അള്ള പറഞ്ഞു തരുന്നു, അള്ള അറിയിച്ചു തരുന്നു, ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു തരാം. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദ് വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ. ഇന്നാ മക്കന്നാ ലഹു, നിശ്ചയമായും അദ്ദേഹത്തിന് നാം ആധിപത്യം നൽകിയിട്ടുണ്ട്. മക്കന യുമക്കിനു തംകീൻ, മക്കന ഫിൽ അർദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ആധിപത്യം, എല്ലാ സൗകര്യവും എല്ലാ ആധിപത്യവും എല്ലാ അധികാരവും കൊടുക്കുന്നതിനാണ് തംകീൻ എന്ന് പറയാം. അത്തംകീനു ഫിൽ അർദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. അപ്പൊ അദ്ദേഹത്തിന് അഥവാ ദുൽഖർനൈൻ എന്ന് പറയുന്ന ഈ ചരിത്ര പുരുഷന് നാം ഈ ഭൂലോകത്ത് ആധിപത്യം നൽകി, അധികാരം നൽകി. അപ്പോ നമ്മളിവിടെ ഇപ്പോൾ പരിശോധനാ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചരിത്ര പുരുഷൻ, അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, ഒരു രാജാവാണ്, ഒരു ചക്രവർത്തിയാണ്. അത് തന്നെയും അനിതര സാധാരണമായ ആധിപത്യങ്ങളും അതുപോലെ തന്നെ അധികാര സീമകളുമുള്ള ഒരു വലിയ ചക്രവർത്തിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അധികാരം അല്ലെങ്കിൽ ചക്രവർത്തി, രാജാവ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു കാര്യം എന്താണ്? അതിന്റെ കൂടെ തുകയാൻ വരും എന്നുള്ളതാണ്. ഇത് മനുഷ്യന് പറയപ്പെട്ട ഒരു കാര്യമാണ്. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർറആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്അ. എന്നാൽ അങ്ങനെയല്ല കാര്യം. മനുഷ്യൻ എന്ന് പറയുന്ന ഈ വർഗത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് അല്ലാഹ് പറയാൻ പോകുന്നത്. ലയത്ഗാ, അവൻ എല്ലാ അതിരും പരിധികളും വിട്ടുകടക്കും. പരിധി വിട്ട് പ്രവർത്തിച്ചാലും അവൻ എപ്പോഴാണ് അവൻ പരിധി വിടുക? തനിക്ക് താൻ മതി, എനിക്ക് എല്ലാം തികഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ, എന്നവന് തോന്നിത്തുടങ്ങിയാൽ പിന്നെ അവൻ പരിധി വിട്ടിട്ടാണ് പെരുമാറുക. ഇതാണ് അധികാരത്തിന്റെ ചരിത്രം. അതുകൊണ്ട് തന്നെ മനുഷ്യരാശി ഭൂമുഖത്ത് ജീവിച്ചു പോന്നിട്ടുള്ള ചരിത്രത്തിന്റെ നാൾവഴികളിലേക്ക്, ക്രൊണോളജിയിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ ഇതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പാസ്റ്റ്, ഏറ്റവും കഴിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ ഭൂതകാലം എടുത്തു നോക്കുക. അല്ലെങ്കിൽ അതിന്റെ കുറച്ച് പിറകോട്ടുള്ളത് ചരിത്രം അത്ര വ്യക്തമായിക്കൊള്ളുന്നില്ല. നമുക്കറിയുന്ന ചരിത്രം, വ്യക്തമാകുന്ന ചരിത്രം തന്നെ ഇതിന് സാക്ഷി. ആർക്ക് അധികാരം കിട്ടിയോൻ
കുറച്ച് എല്ലാം എന്റെ കയ്യിലായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ ഫാസിസ്റ്റ് ആകും. ഇപ്പത്തെ പ്രയോഗം അങ്ങനെയല്ലോ. ഇന്നൽ ഇൻസാൻ അല്ല എത്തുക എന്ന് പറയുമ്പോൾ അവൻ എല്ലാ പരിധിയും വിടുന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കി വരാൻ ന്യൂ ജെന്നിന് കുറച്ച് ചെറിയ പ്രയാസം ഉണ്ടാവും. അപ്പൊ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫാസിസ്റ്റ് എന്ന് പ്രയോഗിച്ചത്. മനുഷ്യൻ പെട്ടെന്ന് ഫാസിസ്റ്റ് ആവും. അത് ഏതാണ്ടൊക്കെ അങ്ങനെയാണ്. ചുവന്നാലും കറുത്താലും, അതല്ല ചുവപ്പും കറുപ്പും അല്ല, വെളുത്താലും ഇനി കാവിയാണെങ്കിലും ഇനി അതല്ലാത്ത കളറാണെങ്കിലും അധികാരം കയ്യിൽ കിട്ടി, എനിക്ക് എല്ലാം എന്റെ കയ്യിലായി എന്ന്, അത് എന്റെ കയ്യിലായി കഴിഞ്ഞു എന്ന് ഒരു രാജാവിന് അല്ലെങ്കിൽ ഒരു അധികാരിക്ക് തോന്നിത്തുടങ്ങിയാൽ, അത് അയാളുടെ ബോധ്യമായി കഴിഞ്ഞാൽ അന്ന് മുതൽ അയാൾ പരിധി വിടും. അന്ന് മുതൽ അയാൾ പരിധി വിട്ടിട്ട് അതിര് വിട്ടിട്ടാണ് പ്രവർത്തിക്കുക. എന്നാൽ ഇതിന് അപവാദങ്ങളുണ്ട്. ഇതിന് അപവാദങ്ങളുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ ദുൽഖർനൈനിയുടെ ചരിത്രം ഒരു ചരിത്രമാകുന്നത്. മറിച്ച് അധികാരം കയ്യിൽ കിട്ടി, എല്ലാം എന്റെ കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞു, ഇനി എനിക്ക് ആരെയും ഒന്നും നോക്കാനില്ല, എനിക്ക് തോന്നിയ പോലെ അക്രമം കാണിക്കാം എന്ന് പറയുന്ന ഏവന്മാരും അത് ചരിത്രമല്ല. അതിന് പ്രാധാന്യമില്ല, അതിന് റെലവൻസ് ഇല്ല. സാധാരണ അറബി പറയാറുള്ള ഒരു ഉദാഹരണമാണത്. ഒരു വസ്തു കണക്കിലധികം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സാന്നിധ്യം ആരും ശ്രദ്ധിക്കൂല. ഇൻകലബ ഇലാ ളിദ്ദിഹി. ഇപ്പൊ ഇന്ത്യയില് പാവങ്ങൾ, പട്ടിണി കിടക്കുന്ന ആൾക്കാർ പാവങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആ പാവങ്ങളെ ആരാ ശ്രദ്ധിക്കുക? കാരണം ശ്രദ്ധിക്കാൻ കഴിയാത്ത അത്ര പാവങ്ങളാണ്. എന്നാൽ ഈ നാട്ടിൽ ഒരു മുതലാളി ഉണ്ട് പറഞ്ഞാൽ മുതലാളിനെ ശ്രദ്ധിക്കും. കാരണം എന്തുകൊണ്ടാണ്? മുതലാളിമാര് വിരലിലെണ്ണാവുന്ന ആൾക്കാരാണ്. വിരലിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാരുടെ കയ്യിലാണ് ഇന്ത്യയുടെ സമ്പത്തിന്റെ 90%-ലധികം, 95% സ്വത്തും ഈ വിരലിലെണ്ണാവുന്ന 4-5 ആൾക്കാരുടെ കയ്യിലാണ് എന്ന് പറയുമ്പോൾ ഈ 4-5 ആൾക്കാർ യുഷാറു ഇലൈഹിം ബിൽ ബനാൻ, അവര് ശ്രദ്ധിക്കപ്പെടും. എന്നമാതിരി ഭരണാധികാരികൾ, രാജാക്കന്മാരൊക്കെ അക്രമകാരികളും കടുത്ത മുഴുത്ത ധാർഷ്ട്യത്തിന്റെ ആൾക്കാരും ആകുമ്പോൾ ഒരു ഭരണാധികാരി തീർത്തും നീതിമാനും തീർത്തും സത്യസന്ധനുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ ഭരണാധികാരി ശ്രദ്ധിക്കപ്പെടും. അവിടെയാണ് ദുൽഖർനൈൻ എന്ന് പറയുന്ന ചരിത്ര പുരുഷൻ ഒരു ചരിത്ര പുരുഷനായിത്തീരുന്നത്. അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഏടുകളിൽ ഒരു സാധാരണ ഏട് ഒന്നിച്ച് തള്ളി മാറ്റുന്ന, ഒന്നിച്ച് മറിച്ചു വിടുന്ന ഒരു ഏട് മാത്രമായിരിക്കും. മറിച്ച് ഒന്നിച്ച് തള്ളി മാറ്റുന്ന ഏടുകളിൽ ഒരേടല്ലാതെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമായി ഇദ്ദേഹം ചരിത്രത്തിൽ നിന്ന് എഴുന്നു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ നീതിബോധം കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ വിനയം കൊണ്ടാണ്. അദ്ദേഹത്തിന് നാം മക്കന്നാ ലഹു ഫിൽ അർദ്, ഭൂമിയിൽ അദ്ദേഹത്തിന് നാം ആധിപത്യം നൽകി. ഇനി അതിനേക്കാൾ വളരെ രസകരമായിട്ടുള്ള കാര്യം, വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ. അവിടെ അറബി തിരിയുന്ന ആൾക്കാർ പ്രത്യേകം ഒന്ന് വായിച്ചു നോക്കി. അതിന് ഞങ്ങൾ മലയാളത്തിക്ക് പരിഭാഷപ്പെടുത്താൻ നോക്കി, കഴിയില്ല. പരിഭാഷയ്ക്ക് വഴങ്ങാത്തൊരു വാക്കാണത്. വആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകി. സബബൻ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഓർഡർ. ഖുർആനിൽ പറഞ്ഞ ഓർഡറിലല്ലാതെ വേറെ ഓർഡറിൽ അർത്ഥം പറഞ്ഞു തരാന്ന് മാത്രം. ആതൈന, നാം നൽകി, അല്ലാഹ് നൽകി, ഹു, അദ്ദേഹത്തിന്. അഥവാ നമ്മളിവിടെ പരിശോധനാ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ചരിത്ര പുരുഷന്, ചരിത്രത്തിലെ ഒരു സാധാരണ ഏടിനല്ല, ചരിത്രത്തിൽ എഴുന്നു നിൽക്കുന്ന ഒരു മഹാപുരുഷന് അദ്ദേഹത്തിന് നാം നൽകി. സബബൻ, സബബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപാധി എന്ന് മലയാളത്തിൽ തൽക്കാല അർത്ഥം പറയാണ്. ഉപകരണങ്ങൾ, വേയ്സ് ആൻഡ് മീൻസ്. ചിലപ്പോൾ ഇംഗ്ലീഷിൽ അങ്ങനെ പറയും, വേയ്സ് ആൻഡ് മീൻസ്. ഉപകരണങ്ങൾ, ഉപാധികൾ, കാരണങ്ങൾ ഒക്കെ, ഈ വാക്കുകളൊക്കെ അത് കൃത്യമായ രൂപത്തിൽ സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിക്കുകയാണെങ്കിൽ അതിന് യോജിക്കാവുന്ന പരിഭാഷയാണ്. അത് മിൻകുല്ലി ഷൈ എന്നും കൂടി ചേർക്കുമ്പോഴാണ് അതിന്റെ സൗന്ദര്യം, അല്ലെങ്കിൽ ആ സൗന്ദര്യം മാത്രമല്ല അതിന്റെ ആശയ വൈപുല്യം അവിടെ ബോധ്യപ്പെടുക. മിൻകുല്ലി ഷൈ, എല്ലാ തരത്തിൽപ്പെട്ടതുമായ, എല്ലാറ്റിൽ നിന്നുമുള്ള ഉപാധികൾ, കാരണങ്ങൾ, വേയ്സ് ആൻഡ് മീൻസ് അദ്ദേഹത്തിന് നാം നൽകി. അപ്പോ
അദ്ദേഹത്തിന്റെ സാമ്രാജ്യ സീമകൾ വികസിപ്പിക്കാൻ എന്താ വേണ്ടത്? അതിനുള്ള ഉപാധി അദ്ദേഹത്തിന് കൊടുത്തി. അത് സൈന്യമായിരിക്കും. അത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു നല്ല ഭരണാധികാരിയാകാൻ അദ്ദേഹത്തിന് വേണ്ടത് എന്താണ്? നല്ല ഫഹ്മ്, നല്ല അഖ്ല്, നല്ലൊരു ബുദ്ധിയും കൂടി കൊടുക്കണം. അത് അതിനുള്ള സബബാണ്. അത് അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. വെറും ഒരു ബുദ്ധി മാത്രം പോരാ. അത് ആ ബുദ്ധി കാരുണ്യവും അതുപോലെ തന്നെ നീതിബോധവും കൂടി ചേരുമ്പോൾ മാത്രമാണ് ഇതിന് അർത്ഥം വരുന്നത്. അതുകൊണ്ട് നല്ല കാരുണ്യബോധവും നല്ല നീതിബോധവും ആ ബോധവും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ബുദ്ധി കൊടുക്കണം. അതേ എത്രത്തോളം ബുദ്ധി കൊടുത്തോ അത്ര തന്നെ അദ്ദേഹത്തിന് മനസ്സും കൊടുത്തു, സന്മനസ്സ് കൊടുത്തു. അത് അതിനുള്ള കാരണമാണ്. അപ്പൊ സബബ് അവിടെയും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സബബ് എന്നതിനെ പോലെ പ്രധാനമാണ് ഉപാധികൾ, ഉപകരണങ്ങൾ എന്ന് പറയുന്ന ആ കാര്യങ്ങൾ പോലെ പ്രധാനമാണ് അവയുടെ പ്രയോഗവും. ഇദ്ദേഹത്തിന് അത് പ്രയോഗിക്കാനുള്ളതും കൂടി കൊടുത്തു. അതും കൂടി അള്ളാഹ് സബബിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അതാണ് അതിലെ ഏറ്റവും മനോഹരമായ കാര്യം. അവിടെ സബബ് എന്നല്ലാതെ വേറെ ഏത് സമാനമായ വാക്കുകൾ വെക്കുകയാണെങ്കിലും ഈ ആശയം അതിൽ ചേർക്കാൻ കഴിയില്ല. അപ്പൊ ഈ ആശയം കൂടി അതിൽ ചേർക്കാവുന്ന തരത്തിലാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പദപ്രയോഗം നടത്തിയത്. നോക്കി നിങ്ങൾ. അപ്പൊ നമ്മളിപ്പോ പറയുമ്പോ ഞാൻ നേരത്തെ ഉപാധി എന്നിപ്പോ തൽക്കാലം നമ്മൾ പറയാന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്. ഉപാധി എന്ന് പറയുമ്പോൾ ഉപകരണം എന്നുള്ള അർത്ഥത്തിൽ മാത്രം എടുക്കുകയാണെങ്കിൽ അത് പോരാ. അപ്പൊ സബബിന്റെ ഒരു ഭാഗം മാത്രമേ ആകുള്ളൂ. അപ്പോ ഉപകരണങ്ങളും ആ ഉപകരണങ്ങൾ പ്രയോഗിക്കാനുള്ള ഖുദ്റ, അതിനുള്ള പ്രയോഗ വൈഭവവും അദ്ദേഹത്തിന് കൊടുത്തു. രണ്ടും സബബ് എന്ന് പറയുന്നതിന്റെ രണ്ട് വശാണിത്. സബബിനെ എങ്ങനെ അങ്ങോട്ട് രണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇതാക്കാം. ഒന്ന്, അതിനുള്ള സബബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആലാത്തുകൾ, ഉപകരണങ്ങൾ. രണ്ട്, ആലാത്തുകൾ ഉപയോഗിക്കാനുള്ള ഖുദ്റത്തു ഇസ്തിഅ്മാലിഹ, അത് പ്രയോഗിക്കാനുള്ള വൈഭവവും കൊടുത്തു. അത് ഏതെങ്കിലും ഒരു ഏരിയയിലല്ല, ജീവിതത്തിന്റെ ഒരു ഏരിയയിലല്ല, മിൻ കുല്ലി ശൈ, എല്ലാ തലങ്ങളിലുമുള്ള, എല്ലാ തലങ്ങളിലും ജീവിതത്തിന്റെ സർവതലസ്പർശിയായ ഉപകരണങ്ങളും ഉപാധികളും അവയുടെ പ്രയോഗ വൈഭവവും അദ്ദേഹത്തിന് നൽകി എന്ന് വേണം പറയാൻ. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ഇത് ഇത്രയും കേട്ട നിങ്ങൾക്ക് ആ വാക്ക് പറഞ്ഞ ഒരു അർത്ഥം കിട്ടും. അല്ലെങ്കിൽ നമ്മളിത് പറഞ്ഞാൽ അതിനൊരു അർത്ഥം തന്നെ തോന്നൂല. അങ്ങനെയാണ്. അപ്പോ വളരെ എക്സംപ്ലറി, മാതൃകായോഗ്യനായിട്ടുള്ള ഒരു വലിയ ചക്രവർത്തിയാകാൻ അദ്ദേഹത്തിന് എന്തെല്ലാം ഉപകരണങ്ങൾ കൊടുക്കണോ ആ ഉപകരണങ്ങളുടെ കൃത്യവും വ്യക്തവും ശക്തവുമായ പ്രയോഗ വൈഭവവും അദ്ദേഹത്തിന് കൊടുത്തു. അത് ഏതെങ്കിലും ഒരു മേഖലക്കുള്ളതല്ല, മറിച്ച് ജീവിതത്തിന്റെ സകലമാന മേഖലകളെയും സ്പർശിക്കുന്ന, ചൂഴ്ന്നു നിൽക്കുന്ന തരത്തിൽ എല്ലാ തലത്തിലും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഒരു വല്ലാത്ത ഒരു കണക്കിലധികം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള, കണക്കിലധികം അല്ലാഹു ആധിപത്യം കൊടുത്തിട്ടുള്ള, അധികാരം കൊടുത്തിട്ടുള്ള, അത് നല്ല നിലക്ക് പ്രയോഗിക്കാനുള്ള പ്രയോഗ വൈഭവം കൊടുത്തിട്ടുള്ള, തന്റെ ഇടം കൊടുത്തിട്ടുള്ള ഒരു മഹാനായ ചരിത്ര പുരുഷനാണ് ദുൽഖർനൈൻ. ചില്ലറക്കാരനല്ല എന്ന് ആദ്യത്തെ വാക്കിൽ നിന്ന് തന്നെ വന്നു. അദ്ദേഹത്തിന്റെ ആ വലിപ്പം, ഹൗ ഗ്രാൻഡ് ഹി വാസ് എന്നത്, അതിനുള്ള ഉത്തരം ഈ ഫസ്റ്റ് സെന്റൻസ് തന്നെ ഉണ്ട്. ആ വാചകം നിങ്ങൾ വായിച്ചു നോക്കൂ. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദ്. അത് പലർക്കും കിട്ടുന്നതാണ്. വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ. അത് പലർക്കും കിട്ടുന്നതല്ല. അതിൽ തന്നെ അദ്ദേഹത്തെ ചരിത്ര പുരുഷനാക്കുന്നത്, അദ്ദേഹത്തെ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് എഴുന്നു നിൽക്കുന്ന മഹാപുരുഷനാക്കിയത്, എല്ലാ തലങ്ങളിലും അദ്ദേഹത്തിന് അല്ലാഹ് സബബ് കൊടുത്തു. സബബിന്റെ രണ്ട് വശവും കൊടുത്തു. അതിനുള്ള ആലാത്തുകൾ കൊടുത്തു. ആലാത്തുകൾ കൃത്യമായി പ്രയോഗിക്കാനുള്ള കഴിവും കൊടുത്തു. അത് പ്രയോഗിച്ച് മാതൃകായോഗ്യനായ ഒരു മഹാചക്രവർത്തിയായി, ഒരു ചരിത്ര പുരുഷനായി അദ്ദേഹം മാനവ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. അതുകൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ ഒരു പാരബിളായിട്ട്, ഒരു ദൃഷ്ടാന്ത കഥയായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഫഅത്ബഅ സബബ. ആ വല്ലാത്തൊരു പ്രയോഗമാണ്. ഖുർആൻ വായിച്ചാൽ അത്ഭുതം തീരാത്ത പ്രയോഗങ്ങൾ അതിൽപ്പെട്ടതാണ്. ഫഅത്ബഅ സബബ. അതിനെല്ലാവരും അർത്ഥം പറയാം, അദ്ദേഹം ഒരു വഴി പിന്തുടർന്നു എന്നാണ്. അങ്ങനെയൊന്നും അല്ല ഇതിന്റെ അർത്ഥം. അങ്ങനെയൊന്നും അല്ല ഇതിന്റെ കൃത്യമായ അർത്ഥം. എന്നാ പിന്നെ പറയും, എനിക്ക് പറയാൻ കഴിയില്ല.
അതുകൊണ്ട് അർത്ഥം കൊടുത്ത ആൾക്കാരെ കുറ്റപ്പെടുത്താൻ, അവരെ തെറ്റുപിടിക്കാൻ അതിനൊന്നും ഞാൻ ആളല്ല. പക്ഷെ ഖുർആനിൽ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വേറൊന്നാണ്. അത്ബഅ, തുടർന്നു എന്നൊന്നും അല്ല, തുടർത്തി. അങ്ങനെ അദ്ദേഹം തുടർത്തി. സബബൻ, ഒരു സബബിനെ. അദ്ദേഹത്തിന് അള്ളാഹു എല്ലാ മേഖലകളിലുള്ള ഇത് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എല്ലാ തരത്തിലുള്ളതായ സബബുകളും കൊടുത്തു. സബബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉപകരണങ്ങളുമുണ്ട്, അത് പ്രയോഗിക്കാനുള്ള കഴിവുമുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള ഒന്നിനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇത്ബാ ചെയ്തു. അതിനെ അദ്ദേഹം ശരിക്ക് പ്രയോഗിച്ചു. അങ്ങനെയുള്ള ഒരു ഉപകരണത്തെ, ഒരു വഴിയെ, ഒരു മാർഗത്തെ, ഒരു വെയ്സ് ആൻഡ് മീൻസിന്റെ ഒരു മേഖല അല്ലെങ്കിൽ ഒരു ദിശ അല്ലെങ്കിൽ ഒരു ഭാഗം അദ്ദേഹം എന്ത് ചെയ്തു? ഒന്ന് അദ്ദേഹം പ്രയോഗിച്ചു. അതൊരു എക്സ്പെഡിഷനിലൂടെയാണ്. അപ്പോ ഒരു എക്സ്പെഡിഷൻ അദ്ദേഹം നടത്തി എന്നത് ഫലത്തിൽ ഉദ്ദേശാർത്ഥത്തിൽ വരുമെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു 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 പിന്നെ ജൈത്രയാത്ര അദ്ദേഹം നടത്തി എന്ന് വേണമെങ്കിൽ ഒരു ഉദ്ദേശാർത്ഥത്തിൽ ഒരാൾക്ക് പറയാം. പക്ഷെ ലാംഗ്വേജ് അതല്ല കേട്ടോ. ലാംഗ്വേജിന് കൃത്യമായ ഈക്വലന്റ് ആയിട്ടുള്ളൊരു പരിഭാഷ കൊടുക്കാൻ സാധ്യമല്ല ഇതിന്. അദ്ദേഹത്തിന് അള്ളാഹ് എല്ലാ തരത്തിലുള്ള സബബ് കൊടുത്തു. സബബിനെ ഞാൻ രണ്ടാക്കി വേർതിരിച്ച് പറഞ്ഞു തന്നല്ലോ. ആ സബബിൽ ഒന്നിനെ അദ്ദേഹം പിന്തുടർത്തി, ഒന്നിനെ അദ്ദേഹം പ്രയോഗക്ഷമമാക്കി, ഒന്ന് അയാൾ എന്ത് ചെയ്തു? എക്സർസൈസ് ചെയ്തു. അതിലൊന്ന് അത് ഒരു എക്സ്പെഡിഷനിലൂടെയാണ്. ഫഅത്ബഅ സബബ, എത്ര മനോഹരാണ് പ്രയോഗം. ഇഴ്ജാസ് എന്ന് പറഞ്ഞാൽ ഇഴ്ജാസ് തന്നെ, അതിന്റെ ലുഗവിയായ ഇഴ്ജാസ് അവിടെ കാണും. ഹത്ത ഇദാ ബലഗ മഗ്രിബ ശംസ്. അപ്പൊ അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന എല്ലാ തരത്തിലുള്ള എല്ലാ ഇനത്തിലും പെട്ടിട്ടുള്ള വെയ്സ് ആൻഡ് മീൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിനെ അദ്ദേഹം പ്രവർത്തനക്ഷമമാക്കി വെച്ചു. അങ്ങനെ അദ്ദേഹം ഒരു ജൈത്രയാത്ര തുടർന്നു. ആ ജൈത്രയാത്ര പോയിട്ട് ഹത്ത ഇദാ ബലഗ മഗ്രിബ ശംസ്, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം വരെ അദ്ദേഹം എത്തി. അദ്ദേഹത്തിന്റെ പ്രയാണം മഗ്രിബു ശംസ് വരെ എത്തി. മഗ്രിബ് എന്ന് പറയുന്നത് അസ്തമയ സ്ഥാനം. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകാനില്ല. അങ്ങനെ അദ്ദേഹം അവിടെ എത്തിയപ്പോ അവസാനം പിന്നെ കാണുക, അങ്ങനെ നമ്മൾ പടിഞ്ഞാറോട്ട് പോയി കഴിഞ്ഞാൽ ഭൂമിയുടെ പ്രതലത്തിലൂടെ നമ്മൾ സൂര്യൻ അസ്തമിക്കുന്ന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വജദഹ തഗ്റുബ്, അദ്ദേഹം അതിനെ കണ്ടത്. വജദഹ, സൂര്യനെ അദ്ദേഹം കണ്ടത്. തഗ്റുബു, ആ സൂര്യൻ അസ്തമിക്കുന്നതായിട്ട് കണ്ടു. ഫി ഐനിൻ ഹമിഅത്തിൻ, ഒരു മർക്കി വാട്ടർ, എന്താ പറയാ, പിന്നെ ഒരു കറുത്ത ചെളിവെള്ളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് പോലെയായിട്ടാണ് അദ്ദേഹം കണ്ടെത്തിയത്. അത് ഭൂമിയിലൂടെ കരയിലൂടെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് അവസാനം എത്തിപ്പെടുന്ന ഒരാൾക്ക് അനുഭവപ്പെടുന്ന, ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് അനുഭവപ്പെടുന്ന ഒരു നേർ വിവരണമാണ്. അത് ഇന്നും അങ്ങനെയാണ്, അന്നും അങ്ങനെയാണ്, എന്നും അങ്ങനെയാണ്. അത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അതൊരു വെള്ളത്തിൽ അസ്തമിക്കുന്നതേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. വെള്ളത്തിൽ അസ്തമിക്കുന്നതല്ലാതെ കാണാൻ നമുക്ക് കഴിയില്ല. ആ വെള്ളത്തിൽ അസ്തമിക്കുന്ന, സൂര്യൻ അസ്തമിക്കുന്ന ആ ജലാശയത്തെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് വളരെ ഇരുണ്ടതും കറുത്തതുമായ ഒരു ചെളിവെള്ളം പോലെയാണ് തോന്നുക. ഹമിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്, ഇരുണ്ട ചെളി പിടിച്ച അങ്ങനത്തെ ഒരു വെള്ളത്തിൽ, ജലാശയത്തിലാണ് സൂര്യൻ അസ്തമിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടത്. സൂര്യൻ അങ്ങനെ ഒരു ജലാശയത്തിൽ കറുത്ത ചളി പുരണ്ട വെള്ളത്തിൽ അസ്തമിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് കണ്ടെത്തിയത് എന്നാണ്. വജദഹ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം അത് അദ്ദേഹത്തിന്റെ അനുഭവമാണ്, മുശാഹദാത്തുകളാണ്. അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം.
അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അനുഭവങ്ങളെ അനുഭവങ്ങളായിട്ട് കാണണം. അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കണം. ഇദ്ദേഹം പടിഞ്ഞാറോട്ട് അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര തുടർന്നു. അവസാനം ഇനി അങ്ങോട്ട് പോകാൻ വഴിയില്ലാത്ത വിധം അദ്ദേഹം ലാസ്റ്റ് എൻഡിലെത്തുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് വെള്ളത്തിലാണ്, ജലാശയത്തിലാണ്. അത് അസ്തമിക്കുന്ന ജലാശയത്തെ അദ്ദേഹത്തിന് അനുഭവവേദ്യപ്പെടുന്നത് അത് ഇരുണ്ടതും ചളിപുരണ്ടതുമായ ഒരു വെള്ളം പോലെയാണ് അദ്ദേഹത്തിന് അനുഭവവേദ്യമായത്. അതിൽ സൂര്യൻ അസ്തമിക്കുന്നത് അദ്ദേഹം കണ്ടു. വജദ ഇൻദഹാ ഖൗമൻ, ആ ജലാശയത്തിന്റെ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന ആ സ്ഥലത്ത് അദ്ദേഹം അവസാനത്തിലെത്തിയ ആ സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ അടുക്കൽ അദ്ദേഹം കണ്ടു, ആ ജലാശയത്തിന്റെ അടുക്കൽ അദ്ദേഹം കണ്ടു ഖൗമൻ, ഒരു പറ്റം ആളുകളെ. ഖുൽന, നാം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല ദുൽഖർനൈനിക്ക് കൽപ്പന നൽകുകയാണ്. യാ ദുൽഖർനൈൻ, ദുൽഖർനൈനിയെ വിളിക്കുകയാണ്. യാ ദുൽഖർനൈൻ, ഇമ്മ അൻ തുഅദ്ദിബ് വ ഇമ്മ അൻ തത്തഖിദ ഫീഹിം ഹുസ്ന, ഒന്നുകിൽ നിനക്ക് അവരെ ശിക്ഷിക്കാം, അല്ലെങ്കിൽ വ ഇമ്മ അൻ തത്തഖിദ ഫീഹിം ഹുസ്ന, അവരിൽ നന്മ വരുത്താം, ഇസ്ലാഹ് വരുത്താം. ഇത്തഖദ സ്വീകരിക്കാം, ഫീഹിം അവരിൽ ഹുസ്ന, നന്മ സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ നന്മ വരുത്താം. താങ്കൾക്ക് എന്താണോ, എന്ത് നടപടിയാണോ ആ ജനതയിൽ കൈക്കൊള്ളേണ്ടത് എന്തു ആവാം. ശിക്ഷിക്കണമെങ്കിൽ അവരെ ശിക്ഷിച്ചോ, ഒന്നുകിൽ ബന്ദികളാക്കി പിടിച്ചോ, അല്ലെങ്കിൽ കൽത്തുറുങ്കിലടച്ചോ, അല്ലെങ്കിൽ അവരെ ചമ്മട്ടി കൊണ്ടടിച്ചോ, അല്ലെങ്കിൽ അവരെ മറ്റു വിധത്തിൽ ശിക്ഷിക്കുകയോ എന്തോ ചെയ്യാം. കാരണം അതിന്റെ അർത്ഥം അവരുടെ കൂട്ടത്തിൽ ഫുസാഖുകളും കുഫാറുകളും നിറഞ്ഞിട്ടുള്ളൊരു ഖൗമാണത് എന്ന ധ്വനി അതിലുണ്ട്. കുഫാറുകളും ഫുസാഖുകളും നിറഞ്ഞിട്ടുള്ള ഒരു ഖൗമാണ്. അതുകൊണ്ട് അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അതിന്റെ ന്യായമുണ്ട്. അതല്ല, അവരെ ഏതെങ്കിലും രൂപത്തിൽ അവരിൽ നന്മയുണ്ടാക്കി പരിഷ്കരിക്കാൻ സാധിക്കുമെങ്കിൽ, പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തി അവരെ മടക്കി നന്നാക്കി കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതിനും താങ്കൾക്ക് അനുവാദമുണ്ട്. അള്ളാഹു 2 ഓപ്ഷനും കൊടുത്തു അദ്ദേഹത്തിന്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ മികവ്, ദുൽഖർനൈനിയുടെ മികവ്. അദ്ദേഹത്തിന് ഒരു മഹാനായ ചക്രവർത്തിയായി ചരിത്രത്തിൽ തന്നെ ഇത്രയും മഹാൻ, ഇത്രയും നല്ലൊരു ചക്രവർത്തിയായി വേറെ അടയാളപ്പെടുത്തപ്പെട്ട വ്യക്തിത്വങ്ങൾ ഇല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയായി തീരുന്നത് അദ്ദേഹത്തിന് അള്ളാഹു അഖലും അദ്ദേഹത്തിന് അള്ളാഹു ഖൽബും കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല ബുദ്ധി കൊടുത്തു, നല്ല സന്മനസ്സും കൊടുത്തു. ഇതൊക്കെ അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്തിട്ടുള്ള അസ്ബാബുകളിൽപ്പെട്ടതാണ്. ആ അസ്ബാബുകൾ ശരിക്ക് പ്രയോഗിക്കാനുള്ള എല്ലാ തന്റേടവും അദ്ദേഹത്തിന് കൊടുത്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ അള്ളാഹു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടോളൂ. ഖാൽ, ദുൽഖർനൈനി പറയാണ്, അമ്മാ മൻ ളലം, അവരിൽ ആരാണോ ളുൽമ് കാണിച്ചത്, അതിക്രമം കാണിച്ചത്, ഫസൗഫ നുഅദ്ദിബുഹു, അവനെ നാം ശിക്ഷിക്കും. അവരെ നമ്മൾ ഒന്നിച്ചിട്ട് ഒറ്റക്ക് ബഞ്ചാക്കിയിട്ട് ഒരു കെട്ടാക്കിയിട്ട് അവരെ നമ്മൾ പിടികൂടാനോ കൈകാര്യം ചെയ്യാനോ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് കുല്ലുൻ അലാ ഹിദത്തിഹി, ഓരോരുത്തരുടെയും അവരുടെ അവസ്ഥ നോക്കിയിട്ട് അവസ്ഥക്കനുസരിച്ച് കൈകാര്യം ചെയ്യും. ഇതാണ് നീതി, ഇതാണ് അദിൽ, ഇതാണ് ദുൽഖർനൈൻ എന്ന് പറയുന്ന മഹാനായ ചരിത്രപുരുഷന്റെ, ആ ചക്രവർത്തിയുടെ ബുദ്ധിപരവും വിവേകപൂർവവുമായ നടപടിയുടെ പ്രത്യേകത. ആരാണോ ളുൽമ് കാണിക്കുന്നത് അവരെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് സുമ്മ യുറദ്ദു ഇലാ റബ്ബിഹി, അവൻ പിന്നീട് അവന്റെ റബ്ബിലേക്ക് മടക്കപ്പെടും. എന്റെ ശിക്ഷ ദുനിയാവിൽ നിന്ന് ഞാൻ ശിക്ഷ കൊടുക്കും, അത് വേറെ കാര്യം. അതുകൊണ്ട് തീർന്നു എന്ന് കരുതണ്ട. അവൻ അവന്റെ റബ്ബിലേക്ക്, മരണശേഷം അവന്റെ റബ്ബിലേക്ക് മടങ്ങേണ്ടവനാണ്. അവൻ അവന്റെ റബ്ബിലേക്ക് മടക്കപ്പെടും. ഫയുഅദ്ദിബുഹു അദാബൻ നുക്റ, അവിടെ വളരെ മാരകമായ ശിക്ഷ, അള്ളാന്റെ അടുക്കൽ അതിഗൗരവമേറിയ കഠിനമായ ശിക്ഷ അത് അവര് അനുഭവിക്കുകയും ചെയ്യും. അള്ളാഹു അവനെ ശിക്ഷിക്കും. അദാബൻ നുക്റ, മാരകമായ ശിക്ഷ അള്ളാഹും അവന് കൊടുക്കും. അപ്പോ ളുൽമ് ചെയ്തവനെ, അതിക്രമം ചെയ്തവനെ ഞാൻ ഇവിടുന്ന് ദുന്യാവിലും അവന് ശിക്ഷ കൊടുക്കും. പിന്നെ അവൻ അവന്റെ റബ്ബിലേക്ക് മടക്കപ്പെടുമ്പോൾ അവിടെ മാരകമായ കടുത്ത ശിക്ഷ അള്ളാഹു അവനെ വേറെയും കൊടുക്കും. അതാണ് ളാലിമീങ്ങളുടെ കാര്യം. ളുൽമ് എന്ന് പറയുമ്പോ ഇന്ന ശിർക ലളുൽമുൻ അളീം, ഏറ്റവും വലിയ ളുൽമ് അള്ളാഹുവിനോട് കാണിക്കുന്ന ളുൽമാണ്.
അള്ളാഹുവിന് പങ്കുകാരെ നിശ്ചയിക്കലാണ്. അള്ളാഹുവിന്റെ അധികാരങ്ങളും അവകാശങ്ങളും ഹുക്കൂക്കുകളും മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കലാണ്. തന്നെ സൃഷ്ടിക്കുകയും ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും തനിക്ക് വേണ്ട എല്ലാം നൽകുകയും ചെയ്തിട്ടുള്ള റബ്ബ് അവന്റെ അനുഗ്രഹം മുഴുവനും വാങ്ങി തിന്ന് അവസാനം നന്ദികേട് കാണിച്ച് അവൻ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യം അവനല്ല കൊടുക്കുന്നത്, വേറെ ഏതെങ്കിലും ഏഴാം കൂലികളായ സൃഷ്ടികൾക്ക് കൊടുക്കുന്നവന് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കണം. അത് ഇവിടുന്ന് ഞാൻ ഉറപ്പാക്കും. അവൻ മരിച്ചാൽ അവന്റെ റബ്ബിലേക്ക് മടക്കപ്പെടുമ്പോൾ അവിടെ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കഠിനമായ ശിക്ഷ അവനെ വേറെ അനുഭവിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ളാലിമീങ്ങളുടെ കാര്യം. എന്നാൽ അവരുടെ കൂട്ടത്തിൽ തന്നെ, അത് മിക്സഡ് ആയൊരു സൊസൈറ്റിയാണ് എന്ന് മനസ്സിലാക്കണം. അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരാണോ ശരിയാം വിധം ഈമാൻ ഉൾക്കൊള്ളുകയും വഅമില സ്വാലിഹൻ സുകൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഫലഹു ജസാഅനിൽ ഹുസ്ന, അവന് നല്ല പ്രതിഫലം കൊടുക്കും. അവനുണ്ടായിരിക്കും ജസാ, റിവാർഡ് ഉണ്ടായിരിക്കും, പ്രതിഫലം. അതും അൽ ഹുസ്ന, ഉദാത്തമായ ഉത്കൃഷ്ടമായ ഉത്തമമായ പ്രതിഫലം അവന് കൊടുക്കും. ഇവിടുന്ന് ഒരു ഭരണാധികാരി എന്ന നിലക്ക് ഞാൻ എനിക്ക് കഴിയുന്ന എല്ലാ തരത്തിലുള്ള നന്മകളും അവർക്ക് ചെയ്തു കൊടുക്കും. പിന്നെ അതുകൊണ്ട് തീരുന്നില്ല. പരലോകത്ത് വരുമ്പോ അള്ളാന്റെ അടുക്കൽ അവർക്ക് മഹത്തായ പ്രതിഫലം ലഭിക്കും. പരലോകത്ത് വരുമ്പോ സിയാദ ഹുസ്നുണ്ട്, അതിന്റെ പുറമെ സിയാദി അവർക്ക് കിട്ടും. അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം, അള്ളാനെ കാണാനുള്ള അവസരം കിട്ടാം, എല്ലാം കിട്ടാം. അവരങ്ങനെയും കാണും. അപ്പോ ഒരു സമൂഹത്തെ ഒന്നിച്ചൊരേ മാതിരിയല്ല കൈകാര്യം ചെയ്യുക. അവരെ വേർതിരിക്കേണ്ടവരെ വേർതിരിക്കും. നല്ലവരെ നല്ലവരായി കാണും, ളാലിമീങ്ങളെ ളാലിമീങ്ങളായി കാണും. നല്ലവർക്ക് നല്ലതായ പ്രതിഫലം ഇവിടുന്ന് ഉറപ്പുവരുത്തും, പരലോകത്തുനിന്ന് ഉറപ്പുവരുത്തും. അതുപോലെ തന്നെ ളാലിമീങ്ങളായ അതിക്രമകാരികളായ ജനങ്ങൾക്ക് ഇവിടുന്ന് ശിക്ഷ കൊടുക്കും. മരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ കഠിനമായ കഠോരമായ ശിക്ഷ അവിടുന്ന് അള്ളാന്റേത് അവർക്കുണ്ടായിരിക്കും. വസനഖൂലു ലഹു മിൻ അംരിനാ യുസ്റ, ഈമാൻ ഉൾക്കൊള്ളുകയും അമലുൻ സ്വാലിഹ ചെയ്യുകയും ചെയ്ത ആളുകളോട് നാം പറയുക, നമ്മുടെ ആജ്ഞ, നമ്മുടെ കൽപ്പന എങ്ങനെയായിരിക്കും? മിൻ അംരിന, നമ്മുടെ കൽപ്പനയിൽ നിന്ന് അവരോട് നമുക്ക് പറയാനുണ്ടാകുന്ന കൽപ്പന യുസ്റ, വളരെ എളുപ്പമുള്ള കാര്യ, പ്രയാസപ്പെടുത്തുന്ന ഒരു ഉത്തരവും എന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ഇതാണ് ഒരു ഭരണാധികാരി. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ഭരണ പാടവം, അദ്ദേഹത്തിന്റെ മികവ് ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞെന്താണ്? സൂര്യൻ അസ്തമിക്കുന്നത് വളരെ മർക്കിയായിട്ടുള്ള ഒരു സ്ഥലമെന്ന്, വെള്ളം ജലാശയമെന്ന് നിനക്ക് തോന്നുന്ന സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കുന്നതായിട്ടാണ് താങ്കൾ കണ്ടത്. അതിന്റെ അപ്പുറത്തൊരു പക്ഷം ആളുകളുണ്ട്. അവരെ താങ്കൾക്ക് ഉദ്ദേശിച്ചത് ചെയ്യാം, ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കാം, അല്ല അവരിൽ നന്മ വരുത്തണമെങ്കിൽ വരുത്താം. അവിടെ അദ്ദേഹം കൈക്കൊണ്ട നിലപാട്, ളാലിമീങ്ങളെ ഞാൻ ശിക്ഷിക്കും, അവർ മരിച്ചു മടങ്ങി അള്ളാഹുവിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹു കഠോരമായ ശിക്ഷ വേറെ അവിടെയും കൊടുക്കും. എന്നാൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഈമാൻ ഉൾക്കൊള്ളുകയും സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ, അവർക്ക് ഉദാത്തമായ പ്രതിഫലമാണ് ഉണ്ടായിരിക്കുക. ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രമേ നാം അവരോട് കൽപ്പിക്കുകയുള്ളൂ, അത് മാത്രമേ നാം അവരോട് ഉത്തരവിടുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരിൽ ആ വിധത്തിൽ മാറ്റങ്ങൾ വരുത്തി, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിച്ച്, എന്നാൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത്, നന്മക്ക് പിന്തുണ കൊടുക്കേണ്ടവർക്ക് എല്ലാവിധ പിന്തുണകളും കൊടുത്ത്, ആ ഭാഗം അദ്ദേഹത്തിന്റെ അധികാര പരിധി അവിടെയെല്ലാം ഉറപ്പിച്ചതിന് ശേഷം അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോരുകയാണ്. അതുകൊണ്ടും അദ്ദേഹത്തിന് അള്ളാഹു സബബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വേറെയും കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതില് സബബ് കൊടുത്ത് കിട്ടിയിട്ടുള്ള ആൾക്കാർ, എനിക്കതിനൊക്കെ ഉള്ള കഴിവുണ്ട്, പക്ഷെ ഞാനൊന്നും ഉപയോഗിക്കൂലാറിന് കുത്തിരിക്കാൻ പാടില്ല, അത് പ്രയോഗിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഇതിലെ ഏറ്റവും വലിയ ഗുണപാഠങ്ങളിൽ ഒരു വലിയ ഗുണപാഠം അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് പലർക്കും പല കഴിവാ കൊടുത്തു. അത് ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളുടെ പരിശ്രമങ്ങൾ എല്ലാം ഒരുപോലെയല്ല. പല കഴിവുകളുള്ളവരാണ്, പലരും കഴിവ് കുറഞ്ഞവരാണ്, പലരും കൂടിയവരാണ്. ഇങ്ങനെ ഈ കഴിവുകേടും എന്ന് പറയുന്നത് അത് അർസാഖ്, അള്ളാഹു നൽകുന്ന വിഹിതമാണ്. നമുക്ക് അള്ളാഹു നൽകുന്ന വിഹിതമാണ്. അൽ മുഅ്മിനുൽ ഖവി ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ്, മുഅ്മിനീങ്ങളിൽ തന്നെ രണ്ട് തരക്കാരുണ്ട്. എല്ലാവിധത്തിലുള്ള ശക്തിയും കിട്ടിയിട്ടുള്ള, ശേഷി കിട്ടിയിട്ടുള്ള, ശക്തി കിട്ടിയിട്ടുള്ള, ക്ഷമതകളുള്ള മനുഷ്യരുണ്ട്. അങ്ങനെ എല്ലാ കഴിവും ലഭിച്ചിട്ടുള്ള ഈ ആളുകളാണ് അഹബ്ബു ഇലല്ലാഹ്, അവരാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരും അവരാണ് കൂടുതൽ ഖൈറായിട്ടുള്ള ആളുകളും.
എന്നാൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ലഈഫായ ദുർബലരായ ആളുകളുണ്ട്. വഫി കുല്ലിൻ ഖൈർ. ദുർബലരായ എന്നാൽ ളുഅഫ് എന്ന് പറയുന്നത് ഒരു അയ്ബാണോ? അല്ല, അതൊരു ഖദറാണ്, അള്ളാന്റെ കണക്കാക്കലാണ്. അള്ളാഹു നൽകിയിട്ടുള്ള അർസാഖ് അങ്ങനെയാണ്. ചിലർക്ക് അങ്ങനെ കൊടുക്കും, ചിലർക്ക് ഇങ്ങനെ കൊടുക്കുള്ളൂ. അപ്പൊ വല്ലഅഫു ലൈസ ഐബൻ, വല്ലഅഫു ലൈസ ഐബൻ. ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ അള്ളാഹു ഏതെങ്കിലും ഒരു കഴിവ് കുറവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കഴിവ് കേട് അത് അയ്ബല്ല. അവരിലും അള്ളാഹു ഖൈർ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ശക്തിയും ക്ഷമതകളുമുള്ള ആളുകൾ അവരാണ് ഖൈർ. അവർക്കാണ് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നന്മകൾ വരുത്താൻ കഴിയുന്നത് അവർക്കാണ്. അത് കാരണം അവരുടെ കയ്യിലാണ് അള്ളാഹ് സബബ് കൊടുത്തിട്ടുള്ളത്, അവർക്കാണ് അള്ളാഹ് ഖുവ്വത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സബബുകൾ അള്ളാഹു ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സബബുകൾ വെച്ചോണ്ടിരിക്കാനുള്ളതല്ല, അത് പ്രയോഗിച്ച് പ്രവർത്തനക്ഷമമാക്കി അതിന്റെ എല്ലാ സൽഫലങ്ങളും സമൂഹത്തിൽ വിരിയിച്ചെടുക്കേണ്ടത് അത്തരം കഴിവുകൾ കിട്ടിയ ആളുകളുടെ കർത്തവ്യമാണ്. അപ്പൊ ദുൽഖർനൈനിക്ക് ആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ, എല്ലാ തരത്തിലും തലങ്ങളിലും എല്ലാ ഇനങ്ങളിലും പെട്ടിട്ടുള്ള സബബ് കൊടുത്തു. അദ്ദേഹം അത് വാങ്ങി വെച്ചിട്ട് മുണ്ടാണ്ടൊത്തിരുന്നാൽ ദുൽഖർനൈനി ഉണ്ടാകൂല. ചരിത്രത്തിൽ അങ്ങനെ ഒരു പുരുഷൻ ഉണ്ടാവില്ല. അദ്ദേഹം ഒരു ചരിത്ര പുരുഷനാവില്ല. മറിച്ച് അദ്ദേഹം ചരിത്ര പുരുഷനായത് തനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സബബുകളെ അദ്ദേഹം പ്രയോഗക്ഷമമാക്കി, പ്രവർത്തനക്ഷമമാക്കി. അതാണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് കൊടുത്ത കഴിവ് ശരിക്ക് പ്രയോഗിച്ചു. ഇങ്ങനെ സമൂഹത്തിൽ കഴിവുള്ള പല ആൾക്കാരും ഉണ്ട്. ആ കഴിവ് തുരുമ്പിച്ചു പോകലാണ് പലരും. അത്തരക്കാർക്ക് ദുൽഖർനൈൻ നൽകുന്ന പാഠം വളരെ വലുതാണ്. ഇപ്പോ ഇത്രയും നമ്മൾ വായിച്ചപ്പോ ഇത് എടുക്കാൻ കേട്ടുപോയാൽ പോരട്ടെ. ആ കാണുന്ന ഇത്തരം ഫായിദകൾ നമ്മുടെ മനസ്സിൽ അത് ശരിക്കുണ്ടാവണം. ഇതിലെ ഒന്നാമത്തെ ഒരു പാഠം, മൊത്തത്തിൽ മനുഷ്യന് അധികാരം കിട്ടിയാൽ അവൻ ഫാസിസ്റ്റ് ആവുക എന്നുള്ളതാണ് ബേസിക് നേച്ചർ. മറിച്ച് അധികാരം കിട്ടുമ്പോൾ കൂടുതൽ വിവേകിയും കൂടുതൽ വിനയാന്വിതനും കൂടുതൽ പ്രായോഗികക്ഷമതയുള്ളവനുമായി തീരുക എന്നുള്ളത് അത് വളരെ കുറച്ച് ആളുകളെ അങ്ങനെയുള്ളൂ. അവരാണ് ചരിത്രം രചിക്കുന്നത്, അവരാണ് ചരിത്രം ഉണ്ടാക്കുന്ന, ചരിത്രത്തിന്റെ നിർമ്മാതാക്കൾ. അതൊരു വലിയ പാഠമാണ്, അതൊരു വലിയ പാഠമാണ് അതിൽ നമുക്ക് കിട്ടാനുള്ളത്. രണ്ടാമത്തത്, ഈ സബബ് നൽകിയാൽ ആ സബബ് എങ്ങനെ വിനിയോഗിക്കണം. നമ്മളെ കൂട്ടത്തിൽ പലരും ഉണ്ട്, പലതരം കഴിവുകൾ. അത് ഏറ്റ വ്യത്യാസങ്ങളുണ്ട്. യതഫാദലൂൻ, ജനങ്ങൾ ഈ കാര്യത്തിൽ യതഫാദലൂൻ. മൂമിനീങ്ങളിൽ ഖുവ്വത്തുള്ള കവിയായ മൂമിനുണ്ട്, ലഈഫായ ആളുണ്ട്. ലഈഫാണ് വിചാരിച്ചിട്ട് ഒരാൾ നിരാശപ്പെടണ്ട. ഞാൻ പറഞ്ഞു വല്ലഅഫു ലൈസ ഐബൻ. പക്ഷേ വൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ്. ഏറ്റവും ഖൈറുള്ള ആള് കവിയായ ആളാണ്. അയാൾക്ക് കിട്ടും ഖൈർ. ആള് മുഖേന മറ്റുള്ളവരിലേക്കും ആ ഖൈർ വഴിഞ്ഞൊഴുകും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഖൈറുള്ളത് അദ്ദേഹമാണ്. പക്ഷെ അത് ഖൈർ ആകണമെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹ് കൊടുത്തിട്ടുള്ള ഈ ഖുവ്വത്ത്, ഈ സബബ് അയാൾ എന്ത് ചെയ്യണം? പ്രയോഗിക്കണം. അത് തുരുമ്പ് പിടിക്കാൻ വിടരുത്. അതുകൊണ്ട് ഒരു ജൈത്രയാത്ര അത് അങ്ങേയറ്റം വരെ, എപ്പോഴും ഒരു കാര്യത്തിൽ നമ്മൾ പോകുമ്പോൾ അതിന്റെ അറ്റം വരെ പോകാൻ തയ്യാറായിക്കോളി. ഇദ്ദേഹം സൂര്യൻ അസ്തമിക്കുന്നവരെ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ നമ്മൾ പറയാം, സൂര്യൻ അസ്തമിക്കുന്നവരെ തന്റെ സാമ്രാജ്യ സീമ വലിച്ചു നീട്ടി അങ്ങേയറ്റത്തെത്തി. സൂര്യൻ അസ്തമിക്കുന്ന അതിരിലെത്തിയപ്പോൾ അവിടെ കണ്ട ജനങ്ങളിൽ അള്ളാഹ് പറഞ്ഞു, ആണെങ്കിൽ ശിക്ഷിക്കാം, അല്ലെങ്കിൽ അവർക്ക് നന്മ സ്വീകരിക്കാം. അവരിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരെ തരംതിരിക്കും, ളാലിമീങ്ങളെ ഞാൻ ശിക്ഷിക്കുകയും അവരവരുടെ റബ്ബിലേക്ക് മടക്കപ്പെട്ട് കഴിഞ്ഞാൽ, അവർ മരിച്ചു കഴിഞ്ഞാൽ അവർ അള്ളാന്റെ അടുക്കൽ അതികഠിനമായ ശിക്ഷ വേറെ അവർ വാങ്ങേണ്ടി വരും. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഈമാനും അമലും സ്വാലിഹുമുള്ള ആളുകൾ, അവർക്ക് ഏറ്റവും ഉദാത്തമായ പ്രതിഫലമാണ് നൽകപ്പെടുക. നാം അവർക്ക് എല്ലാവിധ നന്മകളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഒരു തരത്തിലും അവരെ പ്രയാസപ്പെടുത്തൂല. അങ്ങനെ അവരിൽ നന്മ വരുത്തി, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിച്ചു. പിന്നെ അത് അവിടങ്ങളിൽ അദ്ദേഹത്തിന്റെ ആധിപത്യം ഉറപ്പിച്ചു. ഒരു നല്ല നീതിപൂർവകമായ ഭരണം സ്ഥാപിച്ച് അദ്ദേഹം പിന്നെ അത്ബഅ സബബ, പിന്നെയും അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്തിട്ടുള്ള സബബിനെ തുടർത്തി. അതിനെ അദ്ദേഹം പ്രയോഗക്ഷമമാക്കി മറ്റൊരു എക്സ്പെഡിഷൻ അദ്ദേഹം ആരംഭിച്ചു എന്നർത്ഥം. അപ്പോ അതാണ് പരിഭാഷയിൽ നിന്ന് കിട്ടൂല. അതിന്റെ പ്രയോഗം അതാണ്. എന്നാൽ അതിൽ അതെല്ലാ കാര്യങ്ങളും കടന്നു ചേർന്നിട്ടുണ്ട്.
അങ്ങനെ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ എക്സ്പെഡിഷൻ എവിടെ എത്തി? ഹത്താ ഇദാ ബലഗ മത്ലി അശ്ശംസ്, അദ്ദേഹം എത്തുകയാണ് മത്ലി അശ്ശംസ്, സൂര്യൻ ഉദിക്കുന്ന സ്ഥലം. നേരെ ആദ്യം അദ്ദേഹം പടിഞ്ഞാറോട്ടാണ് ജൈത്രയാത്ര നടത്തിയതെങ്കിൽ ഇപ്പൊ അദ്ദേഹം പോയത് നേരെ കിഴക്കോട്ടാണ്, സൂര്യന്റെ ഉദയസ്ഥാനത്തേക്ക് പോയി. അങ്ങനെ സൂര്യൻ ഉദിക്കുന്ന സ്ഥാനം നോക്കി അദ്ദേഹം കിഴക്കോട്ട് അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര. അപ്പൊ കിഴക്കും പടിഞ്ഞാറും, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് രണ്ടും അദ്ദേഹം വെട്ടിപ്പിടിച്ചു, അദ്ദേഹം കൺകർ ചെയ്തു. ആദ്യം പടിഞ്ഞാറോട്ട് പോയി, വെസ്റ്റിലേക്ക് പോയി, അതിന്റെ എൻഡിൽ വരെ പോയി. അവസാനത്തെ ആ എൻഡിൽ അവസാനം വരിയിൽ നിൽക്കുന്ന അവസാനത്തെ സമൂഹത്തെയും അദ്ദേഹം സ്പർശിച്ചു. അവരിൽ പോലും അദ്ദേഹത്തിന്റെ പരിഷ്കരണ നടപടിക്രമങ്ങൾ നടപ്പിലാക്കി. എന്നിട്ട് തിരിച്ച് അദ്ദേഹം രണ്ടാമത്തെ ജൈത്രയാത്ര നേരെ കിഴക്കോട്ട് പൗരസ്ത്യ ദേശങ്ങൾ കീഴ്പ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കിഴക്കിലേക്ക്, സൂര്യൻ ഉദിക്കുന്ന നാട്ടിലേക്ക്, സൂര്യൻ ഉദിച്ചു പൊങ്ങുന്ന പ്രദേശം നോക്കി അദ്ദേഹം യാത്ര പോയി. അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര തുടർന്നു. അങ്ങനെ വജദഹ തത്ലുഉ അലാ ഖൗം, അദ്ദേഹം കണ്ടത് വജദഹ, സൂര്യനെ അദ്ദേഹം കണ്ടു, തത്ലുഉ അത് ഉദിച്ചു പൊങ്ങുന്നത്, അലാ ഖൗമിൻ ഒരു ജനതയുടെ മേലാണ്. ലം നജ്അൽ ലഹും മിൻ ദൂനിഹാ സിത്ര, ലം നജ്അൽ ലഹും അവർക്ക് വേണ്ടി നാം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, മിൻ ദൂനിഹ സൂര്യനിൽ നിന്നും സിത്ര ഒരു പ്രൊട്ടക്ഷനും ഒരു മറയും. നേരെ സൂര്യൻ ഉദിക്കുന്നത് അവരുടെ മേലാണ്. ആ സൂര്യനിൽ നിന്ന്, സൂര്യന്റെ വെയിലിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ലഭിക്കാത്ത വിധം വളരെ പ്രിമിറ്റീവായിട്ട് ജീവിക്കുന്ന ഒരു ജനതയാണ്. പ്രിമിറ്റീവായി ജീവിക്കുന്ന ആ ജനത അവര് സൂര്യന്റെ വെയിലിൽ തന്നെ ജീവിച്ച്, സൂര്യന്റെ വെയിൽ ചൂട് കീഴിൽ ജീവിച്ച് അവിടെ പണിയെടുത്ത് അങ്ങനെ ജീവിതായോധനം നടത്തി ജീവിക്കുന്ന ഒരു ജനത, അവരെയാണ് അദ്ദേഹം കണ്ടത്. സൂര്യൻ ഉദയം ചെയ്യുന്നത് അവരുടെ മേലാണ്. സൂര്യനിൽ നിന്ന് യാതൊരു പ്രൊട്ടക്ഷനും യാതൊരു മറയും അവർക്ക് നാം നിശ്ചയിച്ചിട്ടില്ല. കദാലിക് അപ്രകാരം, അത് അപ്രകാരം തന്നെ വിട്ടു. കാരണം അവര് അങ്ങനത്തെ ഒരു ഖൗമാണ്. അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കേണ്ട ആവശ്യങ്ങളില്ല, അള്ളാന്റെ കൽപ്പനല്ല. അവരവരുടെ അലൽ ഫിത്ര, കമാ യഖൂലൂന അലൽ ഫിത്ര യഈശൂന അലൽ ഫിത്ര, അവരാ ഫിത്രത്തില്, അവരുടെ ആ ശുദ്ധമായ പ്രകൃതിയിൽ അവര് ജനിച്ചു, അവരങ്ങനെ ജീവിക്കുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അത്രയും വരെ, ആ സൂര്യൻ ഉദിക്കുന്ന നാട് വരെ അദ്ദേഹം യാത്ര പോയി, അദ്ദേഹത്തിന്റെ പ്രയാണം തുടർന്നു, അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര തുടർന്നു. അവിടെ എത്തി ആ ഖൗമിനെ കണ്ടു. ആ ഖൗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ സ്വതസിദ്ധമായ രീതിയിലുള്ള സ്വാഭാവിക ജീവിതം നയിക്കുന്നു. ആ നിലയിൽ തന്നെ അവരെ വിട്ടേച്ചു, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. വഖദ് അഹത്നാ ബിമാ ലദൈഹി ഖുബ്റ, വഖദ് അഹത്നാ നാം ബിമാ ലദൈഹി അദ്ദേഹത്തിന്റെ മുന്നിലുള്ള എല്ലാ സൂക്ഷ്മമായ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും നാം എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. വഖദ് അഹത്നാ ബിമാ ലദൈഹി, അദ്ദേഹത്തിന്റെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും നാം സൂക്ഷ്മമായി അറിയുന്നു. ഇതാണ്. സമയം കുറച്ച് നീണ്ടുപോയി. ഇൻഷാ അല്ലാഹ് ഇത് ബാക്കി നമുക്ക് നാളെ പറയാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.